ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇൻസൈറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗൺ ഒക്കെ അവസാനിച്ച് SSLC പരീക്ഷകൾക്കുള്ള ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കുവാനുള്ള സമയമാണ്. 3 എക്സാമുകൾ കൂടി നമുക്ക് കഴിയാനുണ്ട്: ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ്. അപ്പോൾ ഇനിയുള്ള സമയം കൃത്യമായിട്ട് പഠിക്കുവാനായിക്കൊണ്ട് എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി മുതൽ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുക. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു. ആ വീഡിയോകൾ പരമാവധി ഉപയോഗിച്ച് പരീക്ഷയിൽ എല്ലാ കൂട്ടുകാർക്കും ഉയർന്ന മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വർഷമുള്ള കുറേയധികം ചാപ്റ്റേഴ്സുകൾ ഒഴിവാക്കുകയും കുറച്ച് പാഠഭാഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ മോഡൽ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനെ കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് എക്സാമിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കുകയാണെങ്കിൽ, നമുക്ക് സെക്ഷൻ എയിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് കാണും. ഓരോ മാർക്ക് വീതമുള്ള 5 ക്വസ്റ്റ്യൻസ്. ആ 5 ക്വസ്റ്റ്യനിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതിയാൽ മതിയാകും. അതിനുശേഷം സെക്ഷൻ ബിയിലേക്ക് വരുമ്പോഴത്തേക്കിന് 2 മാർക്ക് വീതമുള്ള 5 ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാവും. അവിടെ നിന്നും 4 ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയാൽ മതിയാവും. മൂന്നാമത്തെ സെക്ഷൻ സിയിലേക്ക് വരുമ്പോഴത്തേക്കിന് അവിടെയും ഈ പറഞ്ഞതുപോലെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 3 മാർക്ക് വീതമുള്ള 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിന്ന് 4 എണ്ണം നമ്മൾ നിർബന്ധമായിട്ടും എഴുതേണ്ടതുണ്ട്. ഇനി നാലാമത് സെക്ഷൻ ഡിയിലേക്ക് വരുമ്പോഴും 5 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാകും. അവിടെ നിന്നും നമുക്ക് 4 എണ്ണത്തിന് ഉത്തരം എഴുതേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ മോഡൽ പരീക്ഷയിൽ സെക്ഷൻ ഡിയിൽ 4 മാർക്കിനായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. An object is placed in between the points F and C of a concave mirror എന്ന് പറഞ്ഞിട്ടൊരു ഫിഗർ, ഒരു റേ ഡയഗ്രം നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഡ്രോയിങ് അനദർ റേ. ഒരു റേ കൂടി വരച്ചുകൊണ്ട് ഇമേജിന്റെ പൊസിഷൻ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ്. ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് എഴുതുക. മൂന്നാമത്: റൈറ്റ് എനി ആപ്ലിക്കേഷൻ ഓഫ് ദി മിറർ. ഈ ഒരു മിററിന്റെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൂടി എഴുതുക. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ്. അപ്പോൾ അവിടെ നിന്ന് മാക്സിമം ഒരു 4 മുതൽ 6 മാർക്ക് വരെ ചോദ്യങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാകും. ആ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ചോദ്യത്തോടൊപ്പം തന്നെ ഒന്ന് പറഞ്ഞു പോവാം. A ray parallel to the principal axis after reflection will pass through the principal focus. നോക്കുക, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്നൊരു ലൈറ്റ് റേ റിഫ്ലക്ഷന് ശേഷം ഇതുവഴി കടന്നു പോകുന്നു, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. രണ്ടാമത്തെ പോയിന്റ്: A ray which passing through the principal focus after reflection will emerge parallel to the principal axis. ഇനി നോക്കുക, ഒരു കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നു വരുന്ന ഒരു ലൈറ്റ് റേ റിഫ്ലക്ഷന് ശേഷം എങ്ങനെയാ പോകുന്നത്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് കടന്നു പോകുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ്: A ray passing through the center of curvature of a concave mirror after reflection is reflected along the same path. നോക്കുക, കോൺകേവ് മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി കടന്നു വരുന്ന ഒരു ലൈറ്റ് റേ റിഫ്ലക്ഷന് ശേഷം അതേ പാത്തിൽ കൂടി എന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നു. ഇനി നാലാമത്തെ പോയിന്റ്: റേ ഫോൾസ് ഒബ്ലിക്വലി അറ്റ് ദ പോൾ റിഫ്ലക്റ്റഡ് ഒബ്ലിക്വലി അക്കോർഡിംഗ് ടു ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. നോക്കുക, പോളിലേക്ക് ഒബ്ലിക്വലി വന്ന് പതിക്കുന്ന ഒരു ലൈറ്റ് റേ ലോസ് ഓഫ് റിഫ്ലക്ഷന് അനുസൃതമായിട്ട് എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്നൊന്ന് നോക്കാം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. പ്രധാനമായിട്ടും 2 ലോസ് ആണ് ലോസ് ഓഫ് റിഫ്ലക്ഷനകത്ത് പറയുന്നത്. ഒന്ന്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കിന് നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഈ 2 ആംഗിളുകളും തുല്യമായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ലോ പറയുന്നത്. ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ രണ്ടാമത്തെ ലോ എന്താണെന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇൻസിഡന്റ് റേ, നോർമൽ, റിഫ്ലക്റ്റഡ് റേ, ഇവ മൂന്നും ഒരേ പ്ലെയിനിലായിരിക്കും കിടക്കുന്നത്. ദ ഇൻസിഡന്റ് റേ, ദ നോർമൽ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ all are lie in the same place. ഇത്തരത്തിൽ 2 ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ് നമുക്ക്
പഠിക്കാനെ കൊണ്ട് ഉള്ളത്. പോളിലേക്ക് പതിക്കുന്ന ഒബ്ലിക്കലി പതിക്കുന്ന ഒരു ലൈറ്റ് റേ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഈക്വലന്റ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു റേ ഡയഗ്രം നമുക്ക് പൂർത്തീകരിക്കണമെങ്കിൽ ഈ ഒരു 4 പോയിന്റുകൾ അറിഞ്ഞിരിക്കണം. ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒബ്ജക്റ്റ് പല സ്ഥലങ്ങളിൽ വെക്കുമ്പോൾ കോൺകേവ് മിററിൽ ഇമേജ് എവിടെയൊക്കെയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കേസ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഒരു കോൺകേവ് മിററിൽ അതിന്റെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻഫിനിറ്റിയിൽ നിന്ന് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണോ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, ഒബ്ജക്റ്റിൽ തട്ടിയിട്ടുള്ള ലൈറ്റ് റേസ് എന്ത് ചെയ്യണം? മിററിൽ വന്ന് വീഴണം. ആ മിററിൽ വന്നതിന് ശേഷം അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന 2 ലൈറ്റ് റേസ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അത്തരത്തിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ്, ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടായിരിക്കും എല്ലായ്പ്പോഴും വരിക. അപ്പോൾ നമുക്ക് 2 ലൈറ്റ് റേസ് എടുക്കണം. അതിനൊപ്പം തന്നെ ആ 2 ലൈറ്റ് റേസ് റിഫ്ലക്ഷന് ശേഷം മീറ്റ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും എന്തുണ്ടാകുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. നോക്കുക, ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന എല്ലാ ലൈറ്റ് റേസിനെയും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ലൈറ്റ് റേസ് എടുത്തു, രണ്ടും എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന തലത്തിലെടുത്തു. റിഫ്ലക്ഷന് ശേഷം അവ തമ്മിൽ കൂട്ടിമുട്ടുന്നത് എവിടെ വെച്ചാണ്? പ്രിൻസിപ്പൽ ഫോക്കസിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇമേജിന്റെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരിക്കും? ഈ 2 റിഫ്ലക്റ്റഡ് റേസും കൂട്ടിമുട്ടുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ പൊസിഷൻ ഓഫ് ദി ഇമേജ് എവിടെയായിരിക്കും? അറ്റ് എഫ്. പൊസിഷൻ ഓഫ് ദി ഇമേജ് എവിടെയായിരിക്കും? ഫോക്കസിൽ ആയിരിക്കും. ഇനി നോക്കുക, ഈ ഇമേജിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും. ഒപ്പം തന്നെ ഇത് ഒരു റിയൽ ഇമേജ് ആയിരിക്കും, ഒപ്പം ഒരു ഇൻവേർട്ടഡ് ഇമേജും ആയിരിക്കും. കേസ് 2, ഒബ്ജക്ട് ബിയോണ്ട് സി. സിയുടെ തൊട്ടപ്പുറത്താണ് ഒബ്ജക്റ്റ് ഉള്ളതെങ്കിൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, എന്താണ് ഇമേജിന്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കുക, സിയുടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇതിന്റെ ഇമേജ് ഫോം ചെയ്യാനെ കൊണ്ട് നമുക്ക് ഏതെങ്കിലും 2 ലൈറ്റ് റേസ് വേണം. അപ്പോൾ 2 എണ്ണത്തിൽ ഒരെണ്ണം നമുക്ക് എന്തെടുക്കാം? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. നോക്കുക, ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് പാസ് ചെയ്ത്, ഒബ്ജക്റ്റ് തട്ടി ലൈറ്റ് പാസ് ചെയ്തിരിക്കുന്നു പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസിൽ അവിടുത്തെ റൂൾ എന്താണ്? റിഫ്ലക്ഷന് ശേഷം ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. അപ്പൊ നമ്മൾ റിഫ്ലക്റ്റഡ് റേ വരച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത് ഒരെണ്ണം കൂടെ വേണം. നമുക്ക് എന്തെടുക്കാം? സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി കടന്നു പോകുന്ന ഒരു ലൈറ്റ് റേ എടുക്കാം. സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി പോകുന്ന ഒരു ലൈറ്റ് റേ സെലക്ട് ചെയ്തു. അതെങ്ങനെയായിരിക്കും? റിഫ്ലക്ഷന് ശേഷം അതേ പാത്തിൽ കൂടി റീട്രേസ് ചെയ്യും. നോക്കുക, ആ 2 റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ കൂട്ടിമുട്ടുന്നിടത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. ഇനി നോക്കുക, അപ്പൊ പൊസിഷൻ ഓഫ് ദി ഇമേജ് എവിടെയാണ്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. എഫിനും സിക്കും ഇടയിലായിരിക്കും ഇമേജ് ഉണ്ടാവുക. ഇനി നോക്കുക, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? റിയൽ ആണ്. ഇനി നോക്കുക, എന്തുകൊണ്ടാണ് റിയൽ ഇമേജ് എന്ന് പറയുന്നത്? മിററിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അവിടെ നമ്മളൊരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജിനെ എന്ത് ചെയ്യാനെ കൊണ്ട് പറ്റും? ട്രാപ്പ് ചെയ്യാനെ കൊണ്ട് പറ്റും. നമുക്ക് ആ ഇമേജിനെ അവിടെ കാണാനെ കൊണ്ട് പറ്റും. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? റിയൽ ഇമേജ് ആണെന്ന് പറയുന്നത്. ഇനി രണ്ടാമത് എന്താണ് പ്രത്യേകത? ഇൻവേർട്ടഡ് ആണ്. നോക്കുക, നമ്മുടെ ഒബ്ജക്റ്റ് നിവർന്ന് നിൽക്കുകയായിരുന്നു. ഇമേജ് എങ്ങനെയാണ് നിൽക്കുന്നത്? തലക്ക് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്താണ് രണ്ടാമത്തെ ഫീച്ചർ? ഇൻവേർട്ടഡ്. മൂന്നാമത് അതിന്റെ സൈസിന്റെ പ്രത്യേകതയാണ്. ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ചെറിയ സൈസ് ആണ് ഇമേജിനുള്ളത്. സോ മൂന്നാമത്തെ ഫീച്ചേഴ്സ് ഡിമിനിഷൻ. അപ്പൊ നമുക്ക്
ഇമേജിന്റെ പൊസിഷനും അതിന്റെ ഫീച്ചേഴ്സും കിട്ടി. അപ്പം നമുക്ക് അടുത്ത കേസ് ഒബ്ജക്റ്റ് അറ്റ് സി. നമ്മളുടെ ഒബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത്? സിയിലാണ് ഇരിക്കുന്നത്. സെന്റർ ഓഫ് കർവേച്ചർ സി മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്രിൻസിപ്പൽ ഫോക്കസ് എഫ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇമേജ് ഫോർമേഷനായിട്ട് രണ്ട് ലൈബ്രറീസിന്റെ ആവശ്യമുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ലൈബ്രറി പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് എടുത്തു. അത് റിഫ്ലക്ഷൻ ശേഷം എങ്ങനെയായിരിക്കും പോവുക? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നു പോകും. നോക്കുക, റിഫ്ലക്ഷൻ ശേഷം അത് ഏതുവഴി കടന്നു പോയിരിക്കുന്നു? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നു പോയിരിക്കുന്നു. ഇനി തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു ലൈബ്രറീസിന്റെ കൂടെ ആവശ്യമുണ്ട്. നോക്കുക, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നു പോകുന്ന ഒരു ലൈബ്രറി കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നു വരുന്ന ഒരു ലൈബ്രറി റിഫ്ലക്ഷൻ ശേഷം എങ്ങനെയായിരിക്കും കടന്നു പോവുക? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടായിരിക്കും കടന്നു പോകുക. അപ്പോൾ നമുക്ക് ഇമേജ് എവിടെ കിട്ടി? പൊസിഷൻ ഓഫ് ദി ഇമേജ് എവിടെയാണ്? പൊസിഷൻ ഓഫ് ദി ഇമേജ് സിയിൽ തന്നെ. നോക്കുക, ഒബ്ജക്റ്റ് സെന്റർ ഓഫ് കർവേച്ചർ സിയിൽ വെച്ചപ്പോൾ ഇമേജ് നമുക്ക് എവിടെ നിന്ന് ലഭിച്ചു? സിയിൽ തന്നെ ലഭിച്ചു. അതുകൊണ്ട് പൊസിഷൻ ഓഫ് ദി ഇമേജ് എന്ത് എഴുതി? സി എന്ന് എഴുതി. ഇനി അടുത്ത ഫീച്ചേഴ്സും കൂടെ നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് എങ്ങനെ എഴുതാനെ കൊണ്ട് പറ്റും? റിയൽ ആണോ? മിററിന്റെ ഫ്രണ്ടിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? റിയൽ ആയിരിക്കും. അടുത്തത് സൈസ് ഓഫ് ദി ഇമേജ്. ഒബ്ജക്റ്റ് എത്രമാത്രം ഉണ്ട് അത്രമാത്രം തന്നെയുണ്ട് ഇമേജും. അതുകൊണ്ട് എന്ത് എഴുതാം? സെയിം സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇനി നോക്കുക, ഇമേജ് എങ്ങനെയാണ്? ഇൻവേർട്ടഡ് ആണ്. മൂന്നാമത്തെ ഫീച്ചർ ഇൻവേർട്ടഡ്. ഒബ്ജക്റ്റ് അറ്റ് സി ആയിരിക്കുമ്പോൾ ഇമേജ് എവിടെയായിരിക്കും? അറ്റ് സിയിൽ തന്നെ ആയിരിക്കും. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? റിയൽ ആണ്, സെയിം സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്, ഇൻവേർട്ടഡ് ആണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത കേസ് തുറക്കുക. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. നോക്കുക, ഒബ്ജക്റ്റ് സിക്കും എഫിനും ഇടയിലാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇമേജ് ഫോം ചെയ്യാനെ കൊണ്ട് നമുക്ക് രണ്ട് ലൈബ്രറിയുടെ ആവശ്യമുണ്ട്. ഒരെണ്ണം നമ്മൾ എന്തെടുത്തു? പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. റിഫ്ലക്ഷൻ ശേഷം അതെങ്ങനെ പോകുന്നു? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. രണ്ടാമതായിട്ട് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നു പോകുന്ന ലൈബ്രറി എടുത്തു. റിഫ്ലക്ഷൻ ശേഷം അതെങ്ങനെ കടന്നു പോകുന്നു? പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് കടന്നു പോകുന്നു. രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക. നോക്കുക, പൊസിഷൻ ഓഫ് ദി ഇമേജ് എവിടെയാണ് നമുക്ക് കിട്ടി? ബിയോണ്ട് സി. സിയുടെയും പുറകിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, മിററിന്റെ ഫ്രണ്ടിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. സോ റിയൽ ഇമേജ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. രണ്ടാമത് നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ അറിയാം, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്കിവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റിന്റെ സൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇമേജിന്റെ സൈസ് എങ്ങനെയായിരിക്കും? ലാർജ് ആയിരിക്കും. സോ എൽ ലാർജ്. അപ്പോൾ ഒബ്ജക്റ്റ് സിക്കും എഫിനും ഇടയിൽ വെക്കുകയാണെങ്കിൽ ഇമേജ് ഉണ്ടാകുന്ന പൊസിഷൻ എവിടെയായിരിക്കും? ബിയോണ്ട് സി ആയിരിക്കും. ഒപ്പം തന്നെ അതിന്റെ ഫീച്ചേഴ്സ് എഴുതുകയാണെങ്കിൽ റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും. അപ്പോൾ അടുത്ത കേസ് ഒബ്ജക്റ്റ് അറ്റ് എഫ്. നമ്മൾ ഒബ്ജക്റ്റിനെ എഫിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഒബ്ജക്റ്റിന്റെ എഫിൽ കൊണ്ട് നമുക്ക് ഇമേജ് ഫോം ചെയ്യാനെ കൊണ്ട് എന്ത് വേണം? രണ്ട് ലൈബ്രറി വേണം. ഒന്നാമതായിട്ട് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് എടുത്തിരിക്കുന്നു. റിഫ്ലക്ഷൻ ശേഷം അതെങ്ങനെ കടന്നു പോകും? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. രണ്ടാമതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ലൈബ്രറി സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി കടന്നു വരുന്ന ലൈബ്രറിയാണ്. റിഫ്ലക്ഷൻ ശേഷം അതേ പാത്തിലൂടെ കടന്നു പോകുന്നു. നോക്കുക, ഈ രണ്ട് ലൈബ്രറീസ് തമ്മിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ലൈബ്രറീസും എങ്ങനെയാ പോകുന്നത്? പാരലലായിട്ടാണ് പോകുന്നത്. പാരലൽ ലൈൻസ് എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇവിടെ എന്ത് പറയാം? നോ ഇമേജ് ഈസ് ഫോംഡ് എന്ന് പറയാം. അല്ലെങ്കിൽ അങ്ങ് ഇൻഫിനിറ്റിയിൽ എവിടെയോ ഇത് കൂട്ടിമുട്ടുന്നു, അവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ ഇമേജിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? പാരലൽ ലൈൻസ് ആയതുകൊണ്ട് തന്നെ ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ് നമ്മൾ പറയുന്നത്? ഇൻഫിനിറ്റിയിലാണ്. പൊസിഷൻ ഓഫ് ദി ഇമേജ് ഇൻഫിനിറ്റി. നോക്കുക, ഇനി അതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിലും എന്താണെങ്കിലും മിററിന് ഫ്രണ്ടിലായിരിക്കും ഫോം ചെയ്യുക. ഈ രണ്ട് ലൈബ്രറീസ് കൂട്ടിമുട്ടുന്ന സ്ഥലത്തായിരിക്കും ഫോം ചെയ്യുക. സോ എന്തായിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. അടുത്തത് ഉറപ്പായിട്ടും കൂട്ടിമുട്ടുന്നത് പ്രിൻസിപ്പൽ ആക്സിസിനും താഴെയാണ്. സോ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും. നോക്കുക, ഇത് കൂട്ടിമുട്ടുന്നത് അങ്ങ് ഇൻഫിനിറ്റിയിലാണ്. സോ ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും.
അപ്പോൾ ഒബ്ജക്റ്റ് എഫിലായിരിക്കുന്ന സമയത്ത് ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിലായിരിക്കും ഫോം ചെയ്യുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, ഒപ്പം തന്നെ ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ അവസാനത്തെ കേസ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ പി ആൻഡ് എഫ്. നോക്കുക, പിക്കും എഫിനും ഇടയിലായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു. ഇമേജ് ഫോർമേഷന് ഇവിടെയും നമുക്ക് രണ്ട് ലൈബ്രറീസിൻ്റെ ആവശ്യമുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ എന്തെടുത്തു? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് റിഫ്ലക്ഷൻ ശേഷം വഴി കടന്നുപോയി, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നുപോയി. രണ്ടാമതായിട്ട് നമ്മൾ എന്തെടുത്തു? സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി വരുന്ന ഒരു ലൈബ്രറി. അത് അതേ പാത്തിലൂടെ എന്ത് ചെയ്തു? റിട്രേസ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് ലൈനുകളെ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അത് ഡൈവേർജ് ചെയ്ത് പോവുകയാണ്. ഒരു സ്ഥലത്തും അത് എന്ത് ചെയ്യാൻ പോകുന്നില്ല? കൂട്ടിമുട്ടാനെ കൊണ്ട് പോകുന്നില്ല. പക്ഷെങ്കിൽ മിററിന് പിറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് മിററിന് പിറകിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ രണ്ട് ലൈറ്റുകളും ഈ രണ്ട് ലൈറ്റ് റേസും കൂട്ടിമുട്ടുന്നുണ്ട്. സോ അവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അങ്ങനെ ഒരു ഇമേജ് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഒബ്ജക്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആയിരിക്കുമ്പോൾ ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ്? ബിഹൈൻഡ് ദ മിറർ. മിററിന് പിറകിലായിട്ടായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ഇനി നോക്കുക, ഫീച്ചേഴ്സ് നോക്കുമ്പോഴത്തേക്കിന് നോക്കുക, മിററിന് ഫ്രണ്ട് വശത്തുള്ള ഇമേജ് പുറകിലാണ്. സോ അതെന്താണ്? വിർച്വൽ ഇമേജ് ആയിരിക്കും. ഫീച്ചേഴ്സ്, ഒന്നാമത്തെ ഫീച്ചർ എന്താണ്? വിർച്വൽ ഇമേജ് ആണ്. രണ്ടാമത് നിവർന്ന് നിൽക്കുന്ന ഒരു ഇമേജ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. സോ ഇറക്റ്റ് ആയിരിക്കും ഇമേജ്. മൂന്നാമത് എന്താണ്? ഒബ്ജക്റ്റിനേക്കാളും വലിപ്പമുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് കിട്ടിയത്. സോ അത് എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒബ്ജക്ട് ബിറ്റ്വീൻ പി ആൻഡ് എഫ് ആയിരിക്കുമ്പോൾ പൊസിഷൻ എവിടെയാണ്? ബിഹൈൻഡ് ദ മിറർ ആണ്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ വിർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, എൻലാർജ്ഡ് ആണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ചോദ്യം ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ്. ഇമേജിന്റെ പൊസിഷൻ നമുക്ക് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഓൾറെഡി ഇവിടെ ഒരു ലൈറ്റ് റേ പതിച്ചു വെച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണ്? ഒബ്ലിക്കലി മുകളിലേക്ക് വന്ന് പതിക്കുന്ന ഒരു ലൈറ്റ് റേ ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഈക്വലന്റ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉണ്ടായിക്കൊണ്ട് അത് റിഫ്ലക്ട് ബാക്ക് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്കിനി ഒരു ലൈറ്റ് റേയുടെ കൂടെ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇമേജ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അത് എന്തെടുക്കാം? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. നോക്കുക, ഒബ്ജക്റ്റിൽ നിന്ന് പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് മിററിലേക്ക് വരുന്ന ലൈറ്റ് റേ എങ്ങനെയായിരിക്കും? റിഫ്ലക്ഷന് ശേഷം അത് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നുപോകും. നോക്കുക, ഇപ്പൊ നമുക്ക് രണ്ട് ലൈറ്റ് റേസ് മീറ്റ് ചെയ്ത് ഒരു പോയിന്റ് കിട്ടി. ഇവിടെ ആയിരിക്കും എന്തുണ്ടാകുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പൊ നോക്കുക, എവിടെയായിരുന്നു ഒബ്ജക്റ്റ് ചെയ്യുന്നത്? ബിറ്റ്വീൻ സി ആൻഡ് എഫിലായിരുന്നു നമ്മളുടെ ഒബ്ജക്റ്റ്. ചോദ്യത്തിനകത്തെ ഒബ്ജക്റ്റ് എവിടെയായിരുന്നു ഇരുന്നത്? ബിറ്റ്വീൻ സി ആൻഡ് എഫിലായിരുന്നു. ഇമേജ് എവിടെയാണ് ഫോം ചെയ്തത്? ബിയോണ്ട് സി. സോ ഈ റേ ഡയഗ്രം നമുക്ക് അത്തരത്തിൽ പൂർത്തീകരിച്ച് 2 മാർക്കുകൾ നേടുവാനെ കൊണ്ട് സാധിക്കും. ക്വസ്റ്റിന്റെ ബി പാർട്ടിലേക്ക് പോകുമ്പോൾ റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ്. നമുക്ക് ഈ ഒരു ഇമേജ് വരച്ച് കഴിയുമ്പോൾ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും എഴുതാനെ കൊണ്ട് പറ്റും. നോക്കുക, മിററിന് ഫ്രണ്ടിലാണ് ഇമേജ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫീച്ചേഴ്സ് തന്നെയാണ്. മിററിന് ഫ്രണ്ടിലാണ് ഇമേജ്. അതുകൊണ്ട് തന്നെ എന്ത് എഴുതാം? റിയൽ ഇമേജ് ആയിരിക്കും. രണ്ടാമത് നോക്കുക, പ്രിൻസിപ്പൽ ആക്സിസിന് താഴോട്ടാണ് ഇമേജ് കാണുന്നത്. സോ അതെന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി അടുത്ത ഫീച്ചർ നോക്കുക, ഒബ്ജക്റ്റിനേക്കാളും വലുതാണ് ഇമേജ്. സോ എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിന്റെ, അതായത് ഈ ചോദ്യത്തിന്റെ രണ്ടാമത്തെ പിരിവിന്റെയും ആൻസർ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ കോൺകേവ് മിററിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 3 ആപ്ലിക്കേഷൻ. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എഴുതിയാൽ മതിയാവും. 3 ആപ്ലിക്കേഷൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, സെർച്ച് ലൈറ്റിലും വെഹിക്കിൾ ഹെഡ്ലൈറ്റ്സിലും എല്ലാം നമ്മൾ കോൺകേവ് മിറർ ഉപയോഗിക്കാറുണ്ട്. രണ്ടാമതായിട്ട് സോളാർ ഫർണസിൽ ഉപയോഗിക്കാറുണ്ട്. മൂന്നാമതായിട്ട് ഷേവിംഗ് മിറർ, മേക്കപ്പ് മിറർ, ഇവയൊക്കെ ആയിട്ട് കോൺകേവ് മിററുകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക, ഹെഡ്ലൈറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി വരുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യും? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടായിരിക്കും റിഫ്ലക്ഷന് ശേഷം തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി ലൈറ്റ് റേസ് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ദൂരത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാനെ കൊണ്ട് പറ്റും? വെട്ടം ലഭിക്കും. അത്തരത്തിൽ സെറ്റ് ലൈറ്റിലൊക്കെ നമുക്ക് അത്തരത്തിൽ കോൺകേവ് മിററുകളെ ഉപയോഗിക്കാനെ കൊണ്ട് പറ്റും. നോക്കുക, പ്രിൻസിപ്പൽ ആക്സിസിന്റെ പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യും?
പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് ആണ് വരുന്നത്. അത്തരത്തിൽ സോളാർ ഫർണസിനൊക്കെ നമുക്ക് കൂടുതൽ ചൂട് ലഭിക്കാനെ കൊണ്ട് കോൺകേവ് മിററുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലൈറ്റ് റേസിനെ എന്ത് ചെയ്യുന്നത്, ഒരു ഫോക്കസിലേക്ക് കൺവേർജ് ചെയ്യിക്കുന്നത്. മൂന്നാമതായിട്ട് ഷേവിംഗ് മിറർ, മേക്കപ്പ് മിറർ. നോക്കുക, നമ്മൾ ഏറ്റവും അവസാനത്തെ കേസ്, ഒബ്ജക്റ്റ് എഫിനും പിക്കും ഇടയിലായിരിക്കുന്ന സമയത്ത് ഇമേജ് എവിടെയായിരുന്നു കിട്ടുന്നത്, ബിഹൈൻഡ് ദ മിറർ ആയിരുന്നു, എൻലാർജ്ഡ് ആയിരുന്നു, ഇറക്റ്റ് ആയിരുന്നു. അത്തരത്തിൽ പോളിനും ഫോക്കസിനും ഇടയിലായിട്ട് ഒബ്ജക്റ്റുകളെ വെക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ മേക്കപ്പ് ബോക്സുകളൊക്കെ തുടങ്ങുമ്പോൾ അറിയാം, നമ്മൾ അടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും വളരെ എൻലാർജ്ഡ് ആയിട്ട് നമ്മുടെ തന്നെ ഒരു മുഖം നമുക്ക് ആ മിററിൽ കൂടെ കാണാനെ കൊണ്ട് പറ്റും. അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് 1-2 ചെറിയ കാര്യങ്ങളൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ ഒപ്പം തന്നെ പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിലെ ഈ 6 മാർക്കുകൾ മുഴുവനായിട്ടും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്തിനെയും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെയും ഇമേജ് ഡിസ്റ്റൻസിനെയും ബന്ധിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ റിലേഷനാണ്. 1/f = 1/u + 1/v. ഇനി നോക്കുക, എന്താണ് ഫോക്കൽ ലെങ്ത്, എന്താണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, എന്താണ് ഇമേജ് ഡിസ്റ്റൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കുക, പ്രിൻസിപ്പൽ ഫോക്കസ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഒബ്ജക്റ്റ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയും, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u എന്ന് പറയും. ഇമേജ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇമേജ് ഡിസ്റ്റൻസ് v എന്ന് പറയുന്നത്. ഇവ മൂന്നിനെയും കണക്ട് ചെയ്യുന്ന 1/f = 1/u + 1/v എന്ന് പറയുന്ന റിലേഷനെയാണ് മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഫോക്കൽ ലെങ്തും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും തരികയാണെങ്കിൽ ഇമേജ് എവിടെയാണ്, എത്രമാത്രം ഡിസ്റ്റൻസിലാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു റിലേഷനിലേക്ക് നമ്മൾ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകം പ്രൂഫൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇമേജ് ഫോം ചെയ്യുന്നതിൻ്റെ ട്രയാങ്കിളുകളൊക്കെ എടുത്ത് അതിനെ കോൺഗ്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടാണ് ഈ ഒരു റിലേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. നമുക്ക് ആ ഒരു പ്രൂഫ് ഈ തവണ പഠിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതിയാവും. നോക്കുക, 1/f = 1/u + 1/v. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് വേണം ഈ ഇക്വേഷനിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ആ തരത്തിൽ എങ്ങനെയാണ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ സിസ്റ്റത്തിൽ നമ്മളുടെ പോളിനെ എല്ലായ്പ്പോഴും ഒരു കാർട്ടീഷ്യൻ സിസ്റ്റത്തിലെ ഒറിജിനായിട്ടാണ് കണക്കാക്കുന്നത്. ഒറിജിന് ഇടതുവശത്തേക്കുള്ള എല്ലാ വാല്യൂസും നമ്മൾ എങ്ങനെയായിരിക്കും എടുക്കുക, നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. നോക്കുക, നമ്മളുടെ മാത്തമാറ്റിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഗ്രാഫിന്റെ നടുക്ക് ഒറിജിന്റെ ഇടത്തോട്ട് പോകുമ്പോഴെല്ലാം എന്തായിരിക്കും, നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഒക്കെ ഇടത്തേക്കാണ് വരയ്ക്കുന്നതെങ്കിൽ എല്ലായ്പ്പോഴും നെഗറ്റീവായിട്ട് എടുക്കണം. ഇനിയും പോളിന് വലത്തേക്ക് വരുന്ന വാല്യൂസ് എല്ലാം എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. പോളിന് മുകളിലേക്കുള്ള, അതായത് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസുകളൊക്കെ എല്ലായ്പ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഇമേജ് ഇൻവേർട്ടഡ് ആണെങ്കിൽ നോക്കുക, പ്രിൻസിപ്പൽ ആക്സിസിന് താഴേക്ക് വരുന്ന വാല്യൂസ് ആണ്, അതെങ്ങനെയായിരിക്കും, നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ഫിഗർ വരച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ റേ ഡയഗ്രാം വരച്ചിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനും ഇമേജ് ഡിസ്റ്റൻസിനും സൈനും കൂടെ മാർക്ക് ചെയ്താൽ മാത്രമേ നമ്മളുടെ മിറർ ഇക്വേഷൻ വെച്ച് കൃത്യമായ ആൻസറിലേക്ക് നമുക്ക് എത്താനെ കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർക്കുക. അപ്പോൾ നമുക്കറിയാം, ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ഒബ്ജക്റ്റും ഇമേജും ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ഇമേജിൻ്റെ ഹൈറ്റും ഒക്കെ ലഭിക്കുന്നതാണ്. ഇനിയും ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ എത്രമാത്രം വലുതായിരിക്കും അല്ലെങ്കിൽ എത്രമാത്രം ചെറുതായിരിക്കും ഇമേജ് എന്ന് പറയുന്ന റേഷ്യോയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ഇമേജിൻ്റെ ഹൈറ്റും തരികയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ റിലേഷനാണ് m = hi/ho. അപ്പോൾ മാഗ്നിഫിക്കേഷനെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിൻ്റെയും ഇമേജ് ഡിസ്റ്റൻസിൻ്റെയും ടേംസിൽ കൂടി നമുക്ക് പറയാനെ കൊണ്ട് പറ്റും. ആ ഒരു റിലേഷനാണ് ഞാൻ രണ്ടാമതായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. m = -v/u. v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഇമേജ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്നാലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാനെ കൊണ്ട് പറ്റും,
മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വൃത്തിയായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മുഴുവൻ മാർക്കുകളും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക.